കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് സിബിഐ അന്വേഷിച്ച കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് സംഭവം. കേസിൽ മമതാ സർക്കാരിന്റെ അലംഭാവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പ്രസ്താവം വരാനിരിക്കെ എപ്പോഴായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുക? രോഹിണി, അല്പസമയത്തിനകം തന്നെ കൊൽക്കത്തയിൽ സിയാൽദ കോടതി ഈ കേസിൽ വിധി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ നടപടികൾ കോടതിയിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. കൊൽക്കത്ത ആർജിക്കാർ ആശുപത്രിയിൽ ആർജിക്കാർ മെഡിക്കൽ കോളേജിലാണ് 31 വയസ്സുള്ള ജൂനിയർ ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സംഭവം രാജ്യത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ ആ ഒരു സംഭവം തടയുന്നതിന് ബംഗാളിലെ നിയമവ്യവസ്ഥകൾക്ക് സാധിച്ചില്ല. എന്നാൽ ആ സംഭവം നടന്നതിന് ശേഷം പോലീസ് സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളിൽ വരുത്തിയ വീഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. പിന്നീടാണ് കേസ് CBI ഏറ്റെടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജൂനിയർ ഡോക്ടറെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സഞ്ജയ് റോയ് എന്ന ഒരു പ്രതി മാത്രമാണുള്ളത്. ഈ പ്രതിക്കെതിരെ ഇതിനോടകം തന്നെ CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് CBI ഈ വാദം നടക്കവേ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. ഒപ്പം ഈ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണം എത്രത്തോളം വഴിമുടക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രവർത്തനങ്ങൾ മമതാ സർക്കാരും അല്ലെങ്കിൽ ആശുപത്രി അധികൃതരും നടത്തിയിരുന്നത് എന്തിനാണ് എന്നുള്ളത് CBI അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CBI നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആർജിക്കാർ ആശുപത്രിയിൽ നടന്നിട്ടുള്ള മെഡിക്കൽ കോളേജിൽ നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടുകളുടെ ക്രമക്കേടുകളുടെ ഒരു വലിയ പരമ്പര തന്നെ CBI വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഏതായാലും ആർജിക്കാർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അല്പസമയത്തിനകം കൊൽക്കത്ത സിയാൽദ കോടതി വിധി പറയാൻ പോകുന്നത്. സിയാൽദ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടന്നത്. വിചാരണ വേളയിൽ വാദം നടക്കവേ പ്രതിക്ക് പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്ന ആവശ്യം CBI മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കേസിൽ അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.